വോട്ടർ പട്ടികയും പൂർത്തിയായി EVM പുറത്തെടുത്ത തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കാര്യങ്ങളെ ദ്രുതഗതിയിൽ നീക്കുന്നതിനിടയിൽ രാഹുൽ ഗാന്ധിക്ക് വീണ്ടും വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ആകെ മുൻപിലുള്ളത് 6 മാസം മാത്രം. ഇവിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർണായകമായ നീക്കവും നടത്തുന്നുണ്ട്. എല്ലാം ഒരൊറ്റ കുടക്കീഴിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് തെരഞ്ഞെടുപ്പ് അട്ടിമറി എന്നത് പൂർണ്ണമായും ഇല്ലാതാക്കുമെന്നാണ് കഴിഞ്ഞിടക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചത്. അതിനായി നിർണായകമായ യോഗവും അവർ ചേർന്നിരുന്നു. എന്നാൽ അതിന് പിന്നാലെയാണിപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ബീഹാറിൽ രാഹുൽ ഗാന്ധിക്ക് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ പ്രതിപക്ഷ നേതാവായ രാഹുലിനെ BJPയും നിതീഷ് കുമാറും വല്ലാതെ ഭയക്കുന്നുണ്ട്. അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് നിർണായകമായ സമയത്ത് അടിയന്തരമായി ചേരേണ്ടുന്ന യോഗത്തിൽ നിന്നും ചർച്ചയിൽ നിന്നും രാഹുലിന് മാത്രം വിലക്ക് ഏർപ്പെടുത്തിയത്? ഒരിക്കൽ ഇന്ത്യ ബ്ലോക്ക് വരെ ഉണ്ടാക്കി BJPയെ ഒറ്റവെട്ടന് ഇല്ലാതാക്കാൻ ജാതി സെൻസസ് വരെ നിതീഷ് പുറത്തെടുത്തിരുന്നു. അതിന് പിന്നാലെ നിതീഷ് BJP പാളയത്തിലെത്തുമ്പോൾ രാഹുലിന് ഭയന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അതുകൊണ്ട് രാഹുൽ ഗാന്ധിയെ തെരഞ്ഞെടുപ്പ് കഴിയുന്നിടം വരെ ബീഹാറിൽ കാല് കുത്തിക്കാതിരിക്കാനുള്ള സകല പണിയും BJPയും JDയും ചേർന്നെടുക്കുകയും ചെയ്യുന്നുണ്ട്. രാഹുലിനെയും കോൺഗ്രസിനെയും വെട്ടാൻ വേണ്ടിയാണ് സമയവും കാലവും ഒന്നും നിശ്ചയിച്ചിട്ടില്ല എങ്കിലും ജാതി സെൻസസ് ഇതാ നടത്താൻ പോവുകയാണ് എന്ന് കേന്ദ്രം ബീഹാറിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് പറഞ്ഞത്. ബജറ്റിൽ പ്രത്യേക പരിഗണന നൽകിയതും ഇതേ വഴിക്ക് തന്നെ. ഈ വഴിക്ക് കാര്യങ്ങൾ പോകുമ്പോൾ പാകിസ്ഥാനുമായുള്ള ഏറ്റുമുട്ടലിൽ പഹൽഗാമിൽ ആക്രമണം നടത്തി എത്ര ഭീകരരെ വധിച്ചു? എല്ലാ സംവിധാനവും ഉണ്ടായിട്ടും എന്തുകൊണ്ട് സുരക്ഷാ വീഴ്ച സംഭവിച്ചു? വെടിനിർത്തൽ നടപ്പിലാക്കണമെന്ന് ആധികാരികതയോടെ പറയാൻ അമേരിക്കക്ക് ആരനുമതി നൽകി? ഇങ്ങനെ തുടങ്ങി കേന്ദ്രത്തെ മുൾമുനയിൽ നിർത്തുന്ന ഒരു പറ്റം ചോദ്യവുമായിട്ടാണ് ഇപ്പോൾ കോൺഗ്രസ് കളം നിറയുന്നത്. ഇവിടെയൊക്കെ ഉത്തരം പറയാൻ കേന്ദ്രം നിർബന്ധിതമാകുന്നതിനിടയിലാണ് ബീഹാറിലെ ദർഭംഗ ജില്ലയിലെ പരിപാടിയിൽ പങ്കെടുക്കാൻ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്ക് അധികൃതർ അനുമതി നിഷേധിച്ചതെന്ന് കോൺഗ്രസ് ആരോപിക്കുന്നത്. ദർഭംഗയിലെ അംബേദ്കർ ഹോസ്റ്റലിൽ ഇന്ന് നിശ്ചയിച്ചിരുന്ന ദളിത് വിദ്യാർത്ഥികളുമായുള്ള രാഹുൽ ഗാന്ധിയുടെ സംവാദത്തിനാണ് ജില്ലാ ഭരണകൂടം അനുമതി നിഷേധിച്ചത്. സംസ്ഥാനത്ത് JDU BJP സർക്കാരാണ് ഈ നടപടിക്ക് പിന്നിലെന്ന് കൃത്യവും വ്യക്തവുമാണ്.